ഹലോ, എല്ലാവർക്കും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഓണത്തിന് മുന്നേ എനിക്കും മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ചെറുതായിട്ട് ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്ന വീഡിയോ അന്നത്തെ ആ ഒരു സമയത്ത് 2 ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേയ്സ് ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ ബാംഗ്ലൂരാണ്, അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കളെ സ്കൂളിൽ ഓണം വെക്കേഷന് മുന്നുള്ള ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് ഓണം സെലിബ്രേഷന്. അപ്പോൾ അവർ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അവർക്ക് വണ്ടിയിലൊക്കെ കയറാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിട്ട് ഒരാളിവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, അവനെ കൊണ്ടുപോകാത്തത്. പിന്നെ എനിക്ക് ഒട്ടും സമയം കളയാനുണ്ടായിരുന്നില്ല, കാരണം എനിക്കും ഇന്ന് ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഞാനൊരു സൂംബ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഫുള്ള് ഹറിബറി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് 10:30 ആകുമ്പോഴത്തേന് അവിടെ എത്തണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി എന്നെ ഹസ്ബൻഡ് കൊണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. എല്ലാവരും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ ലേറ്റായി പോയോ, ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 10:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലേറ്റായി തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവിടുന്ന് സാരി ഉടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും മുല്ലപ്പൂ വാങ്ങലും മുല്ലപ്പൂ കുത്തലും സാരി ഉടുക്കലും അതിൻ്റെയൊക്കെ ബഹളമായിരുന്നു കേട്ടോ. ആരും ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായി, ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ, ഫുൾ സെലിബ്രേഷനിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ. അപ്പോൾ ഓരോരുത്തർ ഇതാ മാറ്റി ഒരുങ്ങി ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സുകളും ആ ഒരു കേരള തനിമയായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലേ. എന്തായാലും എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണാനും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആ ഫോട്ടോയിലൊക്കെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒക്കെ വരുന്ന പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഞങ്ങളൊരു തിരുവാതിരയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവൊക്കെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച ആൾ വന്നു. അപ്പോൾ അവർ പൂവൊക്കെ സെറ്റാക്കാൻ കേട്ടോ. ഞാനും കൂടി ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന ടൈം ഞാൻ അതിലേക്ക് നോക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പൂവുകൊണ്ടൊക്കെ ആ സ്ഥലമൊക്കെ ഒന്ന് അലങ്കരിച്ചു. പിന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇടുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് പ്രായം കുറഞ്ഞവരും കൂടിയവരും എല്ലാവരും ഒരേ ഒരു പ്രായത്തിൽ ഉള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. പരിപാടിയും കാര്യങ്ങളും ഞങ്ങൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സുംബ ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സേവറി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ വേറൊരു ടീം അവിടെ മാവേലിയൊക്കെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ മാവേലിനെ വെച്ചിട്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മാവേലി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മാവേലിനെ കിട്ടി എന്തായാലും. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും ഫോട്ടോ എടുക്കലും കഴിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാലട പായസം ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വയറ് നിറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും ഫുള്ളാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബൈ പറയുന്ന തിരക്കിലും ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്ന തിരക്കിലും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി മെൻഷൻ ചെയ്യുന്ന തിരക്കിലൊക്കെയാണ്. പിന്നെ ഞാൻ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വീട്ടിലേക്ക് പോയിട്ട് മക്കളെ പിക്ക് ചെയ്യാൻ വരാനുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒന്നും കളയാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് സ്കൂളിൽ വന്നിട്ട് മക്കളെ പിക്ക് ചെയ്തിട്ടോ.
കാറിൽ കയറിയിട്ട് മക്കൾക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. മക്കളെ എല്ലാവർക്കും ബൈ ബൈ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി 10 days കാണൂലല്ലോ എന്നൊക്കെ ഉള്ള സങ്കടത്തിലായിരുന്നു. പക്ഷേ ഇവർക്ക് നമ്മുടെ ആ ഒരു ഇതിലൊന്നും അല്ല കേട്ടോ. എല്ലാവരും ഫോൺ നമ്പർ ഉണ്ട്, വീഡിയോ കോൾ ചെയ്യും, ചാറ്റ് ചെയ്യും, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. 10 days ഇവർ അവർക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കോൾ ചെയ്യും, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ എനിക്കും മക്കൾക്കൊക്കെ അതിന് വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. കബനി ഫോറസ്റ്റിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അതുവഴി പിന്നെ സുജീൻ്റെ ഏട്ടൻ്റെ വീട് ബാംഗ്ലൂരാണ്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ബാഗ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു, സെപ്പറേറ്റ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് ഒക്കെ എഴുതി വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് എല്ലാം മറന്നു പോകുന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് സമാധാനപരമായിട്ട് രാവിലെ എണീച്ചിട്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അവിടെ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് സദ്യ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. പിന്നെ നല്ല ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ വീട്ടിൽ നിറയെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാത്രിയാണ് അവരെല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. 11 മണിയായിട്ടുണ്ട് അവരെല്ലാവരും പോയപ്പോൾ. അതിന് ശേഷമാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ച് എത്ര നന്നായി, ഇപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് എടുത്ത് വെക്കേ വേണ്ടുള്ളൂ എന്നുള്ള ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. 2 രീതിയിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രിപ്പിന് വേറെയും പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന അങ്ങനെ രണ്ടായിട്ട് ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഏകദേശം ഹസ്ബൻഡ് ഫ്രീ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ സുജിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം ക്യാമറ അങ്ങനത്തെ സംഗതികളൊക്കെ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സംഗതികളൊക്കെ അങ്ങനെ പാക്ക് ചെയ്തിട്ടോ. അപ്പോൾ ഇതിന് തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. മൂത്ത ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ പോണതിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ, ഞാനും സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മണി അപ്പോൾ ഇതിന് കണ്ണൊക്കെ നല്ല ഉറക്കം തൂങ്ങി അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 7-7:30 മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.